നമസ്കാരം. ബീഫ് ഫ്രൈഡ് പെർഫെക്റ്റ് ടേസ്റ്റിൽ സോയ നാളികേര കൊത്തിട്ടിട്ട് ഫ്രൈ ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് 10 മിനിറ്റ് നേരെ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണേന്ന് നോക്കാം. നമുക്കിത് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് മുരിയണ്ട. നമുക്ക് കടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. ഈ സോയ ഞാൻ ഇതെങ്ങനെയാണ് പലർക്കും അറിയില്ല എങ്ങനെയാണ് ഇത് കുതിർത്തി റെഡിയാക്കാന്ന്. ഇത് സോയ 100 ഗ്രാം സോയയാണ് ഞാൻ എടുത്തിരുന്നത്. അത് ഞാൻ തിളച്ച വെള്ളത്തിലിട്ടിട്ട് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ കിട്ടും. കണ്ടോ, ഇങ്ങനെ നന്നായി വെള്ളത്തിൽ കുതിർന്ന് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടും. അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെള്ളം പിഴിഞ്ഞ് കളയണം. ഇങ്ങനെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളിത് 2-3 വട്ടം കൂടിയും പച്ചവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിന്നെ ഇതേപോലെ തന്നെ കഴുകി പിഴിഞ്ഞ് കളഞ്ഞ് മുറിച്ച് അതിൽ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രം നന്നായിട്ട് ഇത് ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിത് അതിൻ്റെ ഒരു കുത്തെടുക്കും. സോയ ചങ്ക്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അധികം നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ മതി. ഇതൊക്കെ കോരിയെടുക്കുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് അടുത്തത് ഇട്ട് ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് നമുക്ക് 2-3 വട്ടം ഇട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് അത് വെളിച്ചെണ്ണ കുറവേ ആവശ്യം വരുന്നുള്ളൂ. ഇനി ഇത്തിരി തീ കുറച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വയ്ക്കാം. ഞാനിവിടെ 2 സബോള ഇത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് 2 സബോള അരിഞ്ഞു വയ്ക്കാം. അതുപോലെ തന്നെ ഒരു നാളികേരം, ഒരു ഇടത്തരം ചെറിയൊരു നാളികേരമാണ്, അതിൻ്റെ അരമുറി നാളികേരം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതാണ് ഞാനിത്. പിന്നെ പച്ചമുളക് ഒരു 6 എണ്ണം ഈ അളവിൽ മുറിച്ച്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കും. പക്ഷെ 6 പച്ചമുളക് ഇതിലേക്ക് നമുക്ക് വേണം. അതുപോലെ തന്നെ തക്കാളി ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതാക്കി അരിഞ്ഞത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. സോയ മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കാം. 2 സബോളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത്. അതായത് ഒരു 1/4 സ്പൂണാണ് ഇഞ്ചി, അതുപോലെ 1/4 സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്. അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് 6 പച്ചമുളകാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ അരിയാവുന്നതാണ്. ഇനി ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ സോയ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഏറ്റവും അവസാനം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ബ്രൗൺ കളർ ആവണം. അതുവരെയ്ക്ക് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ പെരുംജീരകം പൊടിച്ചതാണിത്, അതിട്ട് കൊടുക്കാം. ഞാൻ വേറെ മസാലയൊന്നും ഇതിൽ ചേർക്കണില്ല. അതുപോലെ തന്നെ ഇതിൽ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേര കൊത്തിട്ട് കൊടുക്കാം. ഇത് ഒരു ചെറിയൊരു മുറി നാളികേരാണ്, അരമുറി നാളികേരത്തിൻ്റെ പീസാക്കിയതാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയൊരു തക്കാളിയാണ് ഞാൻ ഇടുന്നത്. ഞാൻ അവസാനം ഇതിൽ ഇത്തിരി തക്കാളി സോസ് ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചെറിയ തക്കാളി. തക്കാളി സോസ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലിപ്പോൾ ഒരു സാധാ ഒരു തക്കാളി ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ നല്ല മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ച സോയ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. എനിക്ക് ഉപ്പ് ഒരു സ്വല്പം കുറവാണ്, നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനിതിലേക്ക് ഒരു സ്പൂണ് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിക്കണമെന്നില്ല, ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മുടെ നാളികേരക്കൊത്തിട്ട സോയ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് 1 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ സോയ നാളികേരക്കൊത്ത് ഇട്ടിട്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.